പിയേഴ്സൺ സാർ, ഈ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വളരെ വിചിത്രമായൊരു സംഭവം, അതായത് വിഴിഞ്ഞത്തിൻ്റെ മുന്നോടിയായുള്ള വിഴിഞ്ഞം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോടിയായുള്ള പ്രധാനപ്പെട്ട ഒരു യോഗം. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൾ, കൊച്ചുമകനൊക്കെ ഇരിക്കുന്നു. അതിൻ്റെ ചിത്രം സഹിതമാണ് പുറത്തു വിട്ടത്. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെയധികം പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ കാലത്തുള്ള മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചും നെഹ്റു കുടുംബത്തിൻ്റെ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ വിമർശിക്കുന്ന അദ്ദേഹം സ്വന്തം കാര്യം വന്നപ്പോൾ ഇത് ചിന്തിക്കുന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റു മന്ത്രിമാരും. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സമീപനങ്ങൾ പ്രദർശിപ്പിച്ച ഒരു സർക്കാരാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരെന്ന് പറയാം. അതിൽ ചിലതൊക്കെ നല്ലതും ചിലതൊക്കെ വളരെ മോശവുമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കുടുംബത്തെ ഈ ഭരണ നിർവഹണ പ്രക്രിയക്കകത്തേക്ക് കയറ്റുക എന്ന് പറയുന്നത് ഏത് പാർട്ടി ചെയ്താലും മോശമായ കാര്യമാണ്. കാരണം ഇത് കുടുംബത്തിൻ്റെ ഭരണകാര്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മകൾക്കൊക്കെ എന്തറിയാം ഈ വിഴിഞ്ഞത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിഴിഞ്ഞത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാം? അവർക്കൊന്നും അറിയില്ല. അവർക്ക് അതിനകത്ത് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, വെറുതെ വന്നിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഒരു കാരണവശാലും അവരെ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് ന്യായീകരണമായിട്ട് പറയുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു, കുടുംബമായിട്ടാണ് വന്നത്, നയതന്ത്ര കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അതിനുശേഷം ആ കുടുംബത്തിൻ്റെ വരവ് ആഘോഷിച്ചു എന്നാണ് പലരും പറയുന്നത്. അത് നമ്മുടെ പിണറായി വിജയൻ പുറത്തു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോകാം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കുടുംബം എന്തിന് എന്ന് പറയുന്ന ചോദ്യമുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കുടുംബത്തിനും അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് വൈസ് പ്രസിഡന്റ് മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനേ പാടുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെ പാടുള്ളൂ. പക്ഷെ അത് തെറ്റിച്ച് ഈ മീറ്റിങ്ങിൽ അവരെന്തിനാ മീറ്റിങ്ങിൽ കെട്ടുകാഴ്ച പോലെ കയറ്റിയിരുത്തിയെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമം, തെറ്റായിട്ടുള്ള ഒരു ശീലം. നമുക്കറിയാം, ഈ ശാരീരികമായ അവശതകൾ ഉള്ള മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഇവരൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോൾ ഭാര്യ കൂടെ പോകേണ്ടതുണ്ട്, കാരണം പരിചരണത്തിന് വേണ്ടി. അത്തരം കാര്യങ്ങളെ ഒന്നും നമ്മൾ വിമർശിക്കില്ല. അല്ല, അത് മാത്രമല്ല, അവർക്ക് അവരുടെ ഭാര്യമാരെ കൊണ്ടുപോകാം. പക്ഷേ ഔദ്യോഗിക സംഭാഷണം നടക്കുന്ന സമയത്ത് ഭാര്യ പുറത്തിരുന്നാൽ മതി. പുറത്താണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ എത്രയോ ഇത്തരം മീറ്റിങ്ങുകൾ, അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും ആരും എങ്ങും കണ്ടിട്ടില്ല. അതൊക്കെ കണ്ടുപഠിക്കേണ്ടത് കൂടിയാണ്. അല്ല, ഇവിടെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തെ, അതിൻ്റെ ഇമേജിനെ പരിക്കേൽപ്പിച്ച കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ. ഇപ്പം മാസപ്പടി വിഷയം, അത് അദ്ദേഹത്തെ വല്ലാതെ ഉലക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ പോലും തകർക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കെല്ലാം മനസ്സിലാവും. മകളാണ് കുഴപ്പമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയാണ് കുഴപ്പമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മൊത്തം ഈ കുടുംബമാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുകയും പ്രശ്നത്തിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ പോകുന്ന ഒറ്റ ആളുകളും അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ അതിര് കടന്ന കുടുംബസ്നേഹം, ഭാര്യ സ്നേഹം, മകളോടുള്ള സ്നേഹം, പേരക്കുട്ടിയോടുള്ള സ്നേഹം ഒക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ പാടില്ലാത്ത അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് കരുതാവുന്ന തരത്തിലേക്കൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലായത്. അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് മനോനില എന്നത്. അദ്ദേഹത്തിൻ്റേതും ഇതേപോലെ ഒരു മനോനിലയാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ശരി, നമ്മൾക്കതൊക്കെ വേണ്ടതാണ്. നമ്മൾ രാവിലെ വൈകുന്നേരം ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ശരിയാണോ, നമ്മളുടെ ജീവിതക്രമം എന്ന് പറയുന്നത് എവിടെയെങ്കിലും തെറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് നമ്മളോട് ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇതിനാണ് നമ്മൾ ഈ സെൽഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ സ്വയം വിമർശനം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ സ്വയം വിമർശനം എന്ന് പറയുന്നത്, വിമർശനം സ്വയം വിമർശനം എന്ന് പറയുന്നത് രണ്ട് വാക്ക് എപ്പോഴും ചേർത്ത് വെക്കുന്നത് പാർട്ടിയുമായിട്ടാണ്, CPM ആയിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ ഈ വിമർശനവും സ്വയം വിമർശനം എന്ന് പറയുന്നത്. അതിന് ശരിയാകും. അത് പക്ഷേ എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം ആലോചിക്കണം, താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, തൻ്റെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, മക്കൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടുണ്ടോ. ഈ വിഴിഞ്ഞത്തെ ഈ പ്രധാനപ്പെട്ട ഔദ്യോഗിക മീറ്റിങ്ങിൽ അവരെ കൊണ്ടുപോയത് ശരിയാണ്. അത് മാത്രമല്ല, നിയമസഭയിലടക്കം പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഉന്നയിച്ചാൽ അദ്ദേഹം അസഹിഷ്ണുത പുലർത്തുകയാണ്. വളരെ വളരെ ചൂടാവുകയാണ് അദ്ദേഹം.
അല്ല ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. അസഹിഷ്ണുത പുലർത്തണ്ട, നമുക്ക് കുഴപ്പമില്ല. അതെ. കാരണം വെച്ചാൽ അത് ഓരോരുത്തരുടെ അത് സ്വഭാവ സ്വഭാവമാണ്. സവിശേഷതകൾക്ക് അതെ, അതെ, അനുസരിച്ചാണ്. ഉം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗികമായ ജീവിതവും അതുപോലെ തന്നെ സ്വകാര്യ ജീവിതവും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. കൂട്ടിക്കുഴക്കാൻ പാടുണ്ടെന്ന് വെച്ചാൽ ഇല്ല ഇല്ല, എന്നുള്ളതാണ്. ഇല്ല, തീർച്ചയായിട്ടും. അതാണ് അവിടെ തെറ്റിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിർത്തി ലംഘനമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് തിരുത്തണം. അത് തിരുത്തിയില്ല എങ്കിൽ വളരെ വളരെ വലിയ നമുക്കിപ്പോൾ പ്രത്യാഘാതം നമുക്കുണ്ടാവും. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ഡി രാജ, ആനി രാജ, ഇത്തരം ആൾക്കാർക്ക് ഇതിലൊന്നും കുഴപ്പമില്ല. കാരണം അവർ രണ്ടുപേരും ഒരേപോലെ ഇത്തരം സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരാണ്. പക്ഷെ അല്ല, ഇതതുപോലെ ഞാൻ പറയുന്നത് അവര് ഒരേപോലെ രാഷ്ട്രീയ രംഗത്ത് നിന്നാൽ പോലും ആ. അവർ ഔദ്യോഗികമായ സംവിധാനത്തിന്റെ തീർച്ചയായിട്ടും. ഭാഗമായി മാറിയാൽ ആ. ഇപ്പൊ ഭരണ സംവിധാനത്തിന്റെ ഭാഗം, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഭരണ സംവിധാനത്തിന്റെ ഭാഗം. ഉം. ആ സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉം. കമല ഇതേപോലെ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരിതിനകത്ത് കയറ്റാൻ പാടില്ല. അതായത് ഇതിനകത്ത് കയറേണ്ട ആൾക്കാർ മാത്രമേ ഇത് കയറാൻ ഔദ്യോഗിക പാടുള്ളൂ. സംവിധാനമാണെങ്കിൽ തീർച്ചയായിട്ടും. ഔദ്യോഗിക സംവിധാനത്തിനൊപ്പം തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി കയറാം. അതെ. മുഖ്യമന്ത്രിയുടെ ഒപ്പം പോകേണ്ടതായിട്ടുള്ള അല്ല, ഞാൻ ഉദ്യോഗസ്ഥർ കയറാം. PB-യിലേക്ക് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അതെ, പ്രകാശ് അതൊക്കെ കാരാട്ടിന്റെ കാര്യം. പാർട്ടിക്കകത്തുള്ള അതെ, കാര്യങ്ങൾ. അതെ. അതിപ്പോ രണ്ടുപേർക്കും ഒരുമിച്ച് കയറാൻ പറ്റുന്ന ചില അവസരങ്ങളുണ്ടല്ലോ. അതെ, അതാണ് അത് ഉദ്ദേശിച്ചത്. അവരങ്ങനത്തെ അതെ. പൊസിഷനിൽ ആ, നിൽക്കുന്നതിന് അതെ, വരും. അതെ, അതെ. തീർച്ചയായിട്ടും. എപ്പോഴും ഈ ശരിക്കും പറഞ്ഞ ഡിമാർക്കേഷൻ ഉണ്ടല്ലോ, ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ സ്വകാര്യ ജീവിതത്തെ മാറ്റി നിർത്തണം അതെ. എന്നുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഒരിക്കൽ പോലും വെള്ളം ചേർക്കപ്പെടാനായിട്ട് പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ശരിയാകണം എന്നില്ല. പക്ഷെ നമ്മൾ ഇതിനെ ഒന്ന് പരിശോധനയ്ക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഇത് ഉചിതമല്ലാതായിപ്പോയി എന്ന് ഏറ്റവും സുന്ദരമായ ഭാഷയിൽ നമുക്ക് പറയാം. മോശം ഭാഷയിലും നമുക്കിതൊക്കെ പറയാവുന്നതാണ്. അതെ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഉചിതമായ ഭാഷയിൽ വിമർശിക്കുന്നതിന് പകരമായിട്ട് ആളുകൾ തെറി പറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഇയാൾ ഈ എന്താണ് പിണറായി വിജയൻ ഭാര്യയും മകളെയും പേരക്കുട്ടിയൊക്കെ കൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഉടനെ ചോദിക്കുന്നത് ഇത് എൻ്റെ അപ്പൻ്റെ വകയാണോ എന്ന് ചോദിക്കണം. ആ തരം ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ആളുകൾ ശ്രദ്ധിക്കണമെങ്കിലും കാണണമെങ്കിലും കേൾക്കണമെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഉപയോഗിച്ചാലേ പറ്റുകയെന്ന് പറയുന്ന ഒരു രീതി ആരോഗ്യപരമായി വിമർശിക്കണം. നമ്മളത് തിരുത്തേണ്ടതാണ്. ശരിക്കും ആരോഗ്യപരമായ വിമർശനമാണ് സ്വീകാര്യമായി. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായാലും ഏത് രീതിയിലായാലും അവരുടെ ആ ഒരു തലത്തിൽ മാത്രമേ അവരതിനെ എടുക്കത്തുള്ളൂ. നമ്മളിപ്പോൾ സഭ്യമായ ഭാഷയിൽ പറഞ്ഞാലും അവർ തിരിച്ചു തെറിയായിരിക്കും പറയുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷെ നമുക്ക് അവരങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമുക്കങ്ങനെ മോശമായിട്ട് കാര്യങ്ങൾ കാണാനൊരു പാടില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊരു ആവശ്യമാണ്, ഒരു ഡിമാർക്കേഷൻ വേണ്ടാണ്. അതില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഔദ്യോഗികമായിട്ടുള്ള എല്ലാം സ്വകാര്യമായതുമാണ് എന്ന് വരുന്ന ഒരു രീതി വരും. ഈ നമ്മൾ എന്താണ് വിമോചന പോരാളികളായിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയാം. സ്വകാര്യമായതും രാഷ്ട്രീയമാണ് എന്നവർ പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തത്വശാസ്ത്രമാണ്. ഇവിടെ അങ്ങനെയല്ല. ഔദ്യോഗിക ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള രീതികളും അതേപോലെ തന്നെ നടപടിക്രമങ്ങളുമാണ്. അതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ ആകെ വലിയ പ്രശ്നങ്ങളാണ് ആ രംഗത്ത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഈ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിക്ക് അതീതനാണ് എല്ലാവിധത്തിലും. ജനറൽ സെക്രട്ടറി പോലും അദ്ദേഹത്തിന് വിധേയനായി നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതിൻ്റെ കൂടെയാണ് ഇത്തരം സംഭവങ്ങൾ. അല്ല, ഇത് സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റാണ്, ഘടനാപരമായിട്ടുള്ളൊരു മാറ്റമാണ്. സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തെ നമ്മൾ വെച്ച് ഇത് വിലയിരുത്തുമ്പോൾ ഒരാൾ അങ്ങനെയായി മാറിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് അതാണ് ശരി എന്നുള്ളതാണ്. അയാൾ അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അയാൾ ചോദ്യം ചെയ്യാത്ത ഒരു നേതാവായിട്ട് മാറുകയായിരുന്നു. അതുപോലെ അദ്ദേഹം എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തെറ്റാപരമുള്ള ദൈവികമായ സ്പർശമുള്ള ഒരു വ്യക്തിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കെത്തുക. ഇത് ചരിത്രത്തിൽ എവിടെയൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ലൂയി 14 പറഞ്ഞതെന്ന് വെച്ചാൽ ഐ ആം ദ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും എന്ന് പറയുന്നത്. ഞാനാണ് എല്ലാം എന്ന് പറയുന്ന രീതിയിൽ മാറിപ്പോയി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ആ മാറ്റമാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ തെറ്റുകളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ കൈയടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കൈയടികൾ കൂടുതൽ വരുമ്പോൾ അവർ ശ്രദ്ധിക്കപ്പെടുകയും അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുകയും ചെയ്യുന്നു എന്നവർ കരുതുന്നു. അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നിങ്ങനെ കൈയടിച്ച് ഇയാളെ കൊണ്ട്
ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന രാജാവ് കൂട്ടമായിട്ട് ഭക്തനാണെന്ന് പറയാൻ ആളില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അതെ.